കായംകുളം ടൗൺ ഗവൺമെന്റ് സ്കൂളിൽ വാർഷികാഘോഷം നടത്തി. ധ്വനി 2026 എന്ന പേരിലായിരുന്നു ആഘോഷം നടത്തിയത്. കായംകുളം ടൗൺ ഗവൺമെന്റ് സ്കൂളിന്റെ 2026 വാർഷികാഘോഷം വിവിധ ചടങ്ങുകളോടെ നടന്നു. ധ്വനി 2026 എന്ന പേരിലാണ് പരിപാടി നടന്നത്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ മുബീർ എസ് ഓടനാട് അധ്യക്ഷനായി. കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ബെല്ലാരി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം മുനിസിപ്പൽ ചെയർമാനായിട്ട് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള സ്കൂള് ടൗൺ സ്കൂളാണ്. അതിന് എനിക്ക് സന്തോഷമുണ്ട്. ഇന്നും എപ്പോൾ വന്നാലും ഒരു വൃത്തിഹീനമായ അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരിക്കാം. അങ്ങനെ വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് വൃത്തിഹീനമായ കുട്ടികൾ പഠിക്കുമ്പോൾ തീർച്ചയായും അവർ നല്ല രീതിയിൽ വളർന്നു വരുത്തുള്ളൂ. അപ്പം ഞാൻ അന്ന് വന്നപ്പോൾ തൊട്ടേ പ്രിൻസിപ്പൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എല്ലാം പരിഗണനയിൽ വെച്ചിട്ടുണ്ട്. വീടുകളിലെ പ്രാരാബ്ധങ്ങൾ കാരണം രക്ഷകർത്താക്കൾ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രദേശവാസികളുടെ എല്ലാം സംയുക്ത കൂട്ടായ്മയിൽ ഇത്തരമൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ പിറന്നു വീഴുന്നത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം പടിപടിയായി ഓരോ കാലഘട്ടത്തിലും ഈ സ്കൂളിന്റെ പ്രഥമാധ്യാപകരായിരുന്നിട്ടുള്ള ആളുകൾ, PTA ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള PTA പ്രസിഡന്റുമാർ, അവരുടെ എല്ലാം അക്ഷീണമായ പ്രവർത്തനം, അതോടൊപ്പം തന്നെ കായംകുളം നഗരസഭ ഈ സ്ഥാപനം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ദൈനംദിനമായിട്ടുള്ള ചെലവുകളും അതോടൊപ്പം തന്നെ ഇതിന്റെ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നാളിതുവരെയും വളരെ വളരെ അനുസ്യൂതമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷകർത്താക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരുടെ പങ്ക് വളരെ വലുത് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇന്നൊരു കുടുംബത്തിൽ അണുകുടുംബമാണെന്നുള്ളത് ഒരാണോ ഒരു പെണ്ണ് അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങൾക്ക് അപ്പുറം ഇല്ല. പക്ഷെ അതുങ്ങളെ പോറ്റി വളർത്താൻ പോലും നമ്മൾ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ വീടിന് വെളിയിൽ ഇറങ്ങിയാൽ ആ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന സ്വഭാവ മാറ്റം ഏറ്റവും കൂടുതൽ രക്ഷകർത്താക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ കുട്ടികളെ മനസ്സിലാക്കുന്ന ഒരു അധ്യാപകർ തന്നെയാണ്. അന്നേരം ഏതൊരു അധ്യാപകന്റെയും കഴിവ് തന്നെയാണ്. ജെസി വർഗീസ് സ്വാഗതം പറഞ്ഞു. വാർഷിക റിപ്പോർട്ട് ശരണ്യ എസ് അവതരിപ്പിച്ചു. കലാപരിപാടികൾക്ക് അംബിക ആർ നേതൃത്വം നൽകി. സമ്മാനദാനം രാജേന്ദ്രൻ എസ് നിർവഹിച്ചു. 45-ാം വാർഡ് കൗൺസിലർ അനീസ നൌഷാദ്, SMC ചെയർമാൻ ഷുക്കൂർ വഴിശ്ശേരി എന്നിവർ മൊമന്റോ എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. ഇംഗ്ലീഷ് മാഗസിൻ മധുസി പ്രകാശനം ചെയ്തു. മഹാദേവൻ വാഴശ്ശേരിയിൽ, കരിയിലക്കുണകര പോലീസ് ഇൻസ്പെക്ടർ നിസാർ പൊന്നാരേത്ത്, റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ M ഹമീദ്, ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ബിന്ദുമോൾ എന്നിവർ പങ്കെടുത്തു. SMC വൈസ് ചെയർപേഴ്സൺ സുബീന ഷിഹാബ്, സൈഫുദ്ദീൻ വെട്ടത്തയ്യത്ത്, റിയാസ് പുലരിയിൽ, TH സലാഹുദ്ദീൻ, മുംതാസ് ബീഗം, സരിത വിനോദ്, സന ഫാത്തിമ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി അരുണിമ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.